ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധിക്ക് 14 ലക്ഷം രൂപ വേണം. സുധി പണം ചോദിച്ചുകൊണ്ട് ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തിന്റെ ഫ്രണ്ട് നേരെ സുധീനെ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ സ്വാമിജി പ്രശ്നം നോക്കുന്ന സമയത്തിന് സ്വാമിജിയുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാട്ടോ സുധിയുടെ പെരുമാറ്റം ഒട്ടും തന്നെ സ്വാമിജിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏതാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ സുധിക്ക് പണം സമ്പാദിക്കണം. 14 ലക്ഷം രൂപയാണ് സുധിയുടെ ആവശ്യം. സുധിയോട് പറഞ്ഞിട്ട് നിനക്ക് പണമല്ലേ ആവശ്യം, അതുകൊണ്ട് നീ പിച്ചെടുക്കാൻ നോക്ക്. ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോയി നീ കാലത്ത് മുതൽ 6 മണി വരെ പിച്ചെടുത്താൽ പിന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വലിയ പണക്കാരനായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. 6 മണി വരെ പച്ചവെള്ളം പോലും കുടിച്ചേക്കരുത്, വെറും വയറോടെ വേണം ഇരിക്കാൻ. പിന്നെ ഇതുപോലുള്ള നല്ല ഡ്രസ്സൊന്നും ധരിക്കാൻ പാടില്ല, പിച്ചക്കാര് ധരിക്കുന്നത് പോലെയുള്ള വേഷം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി, നീ പിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് ക്ഷേത്രത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തന്നെ പണക്കാരനായിട്ട് മാറുമെന്നൊക്കെ അങ്ങനെ സ്വാമിജി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് സുധി ഏതായാലും പിച്ചക്കാരന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പിച്ചെടുക്കാൻ വന്നിരിക്കും. അങ്ങനെ അവിടെ ഒരുപാടധികം പിച്ചക്കാരികൾ ഇരിക്കുന്ന സമയത്തിന്റെ അതിന്റെ കൂട്ടത്തിൽ സുധിയും വന്നിട്ട് പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കും. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കും സുധി പിച്ചെടുക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. സുധി പറഞ്ഞിട്ട് അമ്മ വലുതും തായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൈ നീട്ടിങ്ങനെ പിച്ചയാചിക്കും. ക്ഷേത്രത്തിലേക്ക് വരുന്ന സ്ത്രീകളെല്ലാം തന്നെ സുധിയുടെ പാത്രത്തിലേക്ക് പിച്ചക്കാശ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി കണ്ണും വെട്ടാതെ സുധിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് സുധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ ഇവിടെ, ഇവളൊരിക്കലും എന്നെ തിരിച്ചറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. ഇവളെങ്ങാനും ഞാൻ പിച്ചയെടുക്കുകയാണ് എന്ന കാര്യം പറഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ അറിയിക്കല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതി മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് സുധി പെട്ടെന്ന് തന്നെ തലയിൽ ഒരു തോർത്തിടും. എന്നാൽ രേവതി സുധിയെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല രേവതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്കിത് എന്ത് പറ്റി, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് രേവതി വീണ്ടും സുധിയോട് ചോദിക്കും. എന്നാൽ സുധി രേവതിയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നവരോടെല്ലാം തന്നെ പിച്ചക്കാശ് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് രേവതി വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് പോലും സുധി അതിനൊന്നും മറുപടി കൊടുത്തില്ല. കാരണം സുധിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റില്ലല്ലോ. എന്നാൽ സുധി നിർത്താതെ പിച്ചക്കാശും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് രേവതി കൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. രേവതി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിന്നുകൊണ്ട് തന്നെ സച്ചിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കും. ഇവിടെ നിങ്ങളുടെ ഏട്ടൻ പിച്ചെടുക്കുവാണ് സച്ചിയേട്ട, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തണം. എന്നാൽ രേവതി പറയുന്നതൊന്നും തന്നെ സച്ചി വിശ്വസിക്കുന്നില്ല കേട്ടോ. സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പിച്ചെടുക്കാനോ, അതും സുധി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നിനക്ക് ചിലപ്പോൾ ആള് മാറിയിട്ടുണ്ടാവും രേവതി. അന്നേരം രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചേട്ടാ, എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല, അദ്ദേഹം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ചോദിച്ചിട്ടാണെങ്കിലും ഒന്നും പറയുന്നുമില്ല, നിങ്ങൾ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് രേവതി വിളിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നത്, നീ എന്തൊക്കെയായി പറയുന്നത് രേവതി. അന്നേരം സത്യമാണ് സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്ന സമയത്തിന് ശരി നീ ഫോൺ വെക്ക്, ഉടനെ തന്നെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് വർഷയിലായിരിക്കും. വർഷ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് തന്നെ തോളിരിക്കുന്ന ബാഗും താഴത്തേക്കങ്ങ് വലിച്ചെറിയാണ്. എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടെ മധുസൂദനും മഹിമയും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ, എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് സ്വപ്നലോകത്തുനിന്ന് പോലെ തേടി പിടിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ കൊണ്ടുവന്നില്ലേ, അവൻ ഇന്ന് എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് എന്റെ വണ്ടിക്ക് ക്രോസ് ഇട്ടു, മാത്രമല്ല എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ച് എന്നോട് മിസ്ബിഹേവ് ചെയ്തു. ശ്രീകാന്തിന്റെ ഏട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോ ആ സച്ചി അങ്ങോട്ടേക്ക് വന്നോ. അന്നേരം വർഷ പറഞ്ഞതിന് സച്ചിയേട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ സേവ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ റോഷൻ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയേനെ, എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നൊക്കെ പറയും. അന്നേരം മഹിമ ചോദിക്കുന്നത്, എന്താ ഏട്ടാ അങ്ങനെ, അവൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന് മധുസൂദനൻ പറഞ്ഞത്, എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലായത്. ഇത്രയും നാളുമില്ലാതെ എങ്ങനെ റോഷൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ചു. എന്നിട്ട് വർഷയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിനിമ ഹീറോയെ പോലെ സച്ചി അങ്ങോട്ടേക്ക് വന്നില്ലേ, എന്നിട്ട് കറക്റ്റ് സമയത്ത് വന്നിട്ട് സച്ചി ഇവളെ രക്ഷപ്പെടുത്തി. എന്താ മോളെ ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ വർഷയോട്. അന്നേരം വർഷ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് മധുസൂദനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ആ സച്ചിയുടെ പ്ലാൻ ആയിരുന്നു, എന്നിട്ട് അവന്റെ മുന്നിൽ വെച്ച് നിന്നെ രക്ഷിക്കുന്നത് പോലെ ആക്ട് ചെയ്തു, എന്നിട്ട് സച്ചി വന്നിട്ട് നിന്നെ രക്ഷിക്കുന്നത് പോലെ അഭിനയിച്ചതാണ് മോളെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ മധുസൂദനൻ. അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ, റോഷനും സച്ചിയേട്ടനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, ഫസ്റ്റ് ടൈമാണ് അവർ തമ്മിൽ കാണുന്നത് പോലും, നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുവച്ച പയ്യനെ കൊണ്ട് എനിക്കൊരു പ്രോബ്ലം വന്നു, അതിന് കാരണക്കാരൻ നിങ്ങൾ കൂടിയാണ്, എന്നിട്ട് ആ ഒരു തെറ്റ് അച്ഛൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, എന്നിട്ട് പോലും സച്ചിയേട്ടൻ എന്തിനാ നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത്, സച്ചിയേട്ടന് തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു, സച്ചിയേട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയാട്ടോ വർഷ. അന്നേരം മധുസൂദനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ല മോളെ, ആ സച്ചിയെ പറ്റിയിട്ട് നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വർഷക്കങ്ങ് ദേഷ്യം വന്നുകൊണ്ടിനെ പറഞ്ഞത്, സ്റ്റോപ്പ് ഇറ്റ് അച്ഛ, അല്ലെങ്കിലും അച്ഛൻ എല്ലാ കാര്യത്തിലും സംശയം മാത്രമാണ്, ഇങ്ങനെ തന്നെയാണ് അച്ഛൻ രേവതിയേട്ടത്തെയും സംശയിച്ചത്. എന്നാൽ വർഷ ഷൗട്ട് ചെയ്യുന്നത് കാണുന്ന സമയത്തിന് മധുസൂദൻ അങ്ങ് വല്ലാതാവും. എന്നിട്ട് പറഞ്ഞിട്ട്, അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ മോളെ, നിന്റെ മാല മോഷ്ടിച്ചത് രേവതിയാണെന്നേ ഞാൻ പറഞ്ഞോളൂ. അന്നേരം വർഷക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, സ്റ്റോപ്പ് ഇറ്റ് അച്ഛാ, രേവതിയേട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കാര്യങ്ങൾ രേവതിയേട്ടത്തി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അച്ഛനറിയാമോ.
ആ വീട്ടിൽ എന്നെ എത്രമാത്രം കെയർ ചെയ്തിട്ടാണ് ഏട്ടത്തി എന്നെ നോക്കുന്നത് എന്നുള്ള കാര്യം അച്ഛനറിയാമോ? അന്നേരം മഹിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി അതൊക്കെ അവരുടെ ഡ്രാമ മാത്രമല്ലേ, നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് എന്ന് അവൾക്കറിയാം. അപ്പോൾ നിന്റെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് അവൾ നിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാട്ടെ മഹിമ. അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമായിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? മിഡിൽ ക്ലാസ് ഫാമിലി എന്ന കാശിന് ആർത്തിയുള്ളവരാണെന്നാ നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കുന്നത്. രേവതി എടുത്തി എന്നെ സ്വന്തം അനിയത്തിയെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് നോക്കുന്നത് എന്നൊക്കെ പറയട്ടെ വർഷ. അന്നേരം മധുസൂദനം പറയുന്നത്, ഇല്ല മോളെ, അവളുടെ അനിയനൊരു കള്ളനല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ ചോദിക്കുന്നുണ്ട്, ആയിക്കോട്ടെ ഡാഡി, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ ആവശ്യമില്ലാതെ രേവതിയേട്ടത്തെ പറ്റിയിട്ട് കള്ളമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്. വർഷയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് മധുസൂദൻ അങ്ങ് വല്ലാതാവാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, കേട്ടില്ലേ മഹിമയെ, നമ്മുടെ മോള് പറഞ്ഞത്, ഇന്നലെ വരെ എന്നെ സപ്പോർട്ട് ചെയ്തതാണ് നമ്മുടെ മോള്, എന്നിട്ടിപ്പതേ ഇന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴേക്കും ആ കള്ളനെയാണ് ഇവള് സപ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം മഹിമ ചോദിക്കുന്നത്, എന്താണ് നിന്റെ സ്വന്തം അച്ഛനെ അവൻ അടിച്ചത് ഇപ്പൊ ശരിയാണെന്ന് പറയാൻ വരുവാണോ നീ എന്ന് ചോദിക്കും. അന്നേരം വർഷ പറഞ്ഞിട്ട്, അത് തെറ്റ് തന്നെയാണ് മമ്മി, പക്ഷെ അന്ന് അച്ഛൻ സംസാരിച്ചതും വളരെ വലിയ തെറ്റ് തന്നെയാണെന്ന് പറയാണ് വർഷ. അന്നേരം മഹിമ പറഞ്ഞിട്ട്, ഓ നിന്റെ മനസ്സ് ഇത്ര മാത്രം മാറിയോ? അങ്ങനെ നിന്റെ മനസ്സ് ഇത്ര മാത്രം മാറ്റണമെങ്കിൽ അവൻ ആ ജോക്കറിന്റെ കൂടെ ചേർന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? അന്നേരം വർഷ പറഞ്ഞിട്ട്, ഒന്നും മിണ്ടാതിരിക്കച്ച, എനിക്കിപ്പോ സംശയം തോന്നുന്നത് ആ ജോക്കറിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നിങ്ങളാണോ എന്നാണ്. അന്നേരം മധുസൂദനം ചോദിക്കുന്നത്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് സംസാരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞു നടക്കുകയാണെന്ന കാര്യം അവൻ എങ്ങനെ മനസ്സിലായി? ഇതെല്ലാം എന്റെ തെറ്റ് തന്നെയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. പാവം എന്റെ ശ്രീകാന്ത് അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ. ഏതായാലും ഞാൻ പോവാണ് എന്റെ വീട്ടിലേക്ക് എന്നിങ്ങനെ വർഷ പറയുന്ന സമയത്തിന്റെ മഹിമ ചോദിക്കുന്നൊരു, മോളെ നിന്റെ വീട് ഇതല്ലേ, മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വർഷ പറയുന്നത്, അല്ല ഇതെന്റെ വീടല്ല, ശ്രീകാന്ത് ഇരിക്കുന്ന വീടാണ് എന്റെ വീട് എന്ന് പറയും. ശ്രീകാന്തിന്റെ വീട് തന്നെയാണ് ഇനി ജീവിതകാലം മുഴുവൻ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വർഷ ഏതായാലും ബാഗും തൂക്കിക്കൊണ്ട് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് തിരികെ പോവാൻ നോക്കുകയാണ്. അന്നേരം മഹിമ വർഷയെ തടഞ്ഞു വെച്ചുകൊണ്ടതിനെ പറഞ്ഞിട്ട്, എടി എന്താണ് നീ ചെയ്യുന്നത്, നിന്റെ അച്ഛനെ അടിച്ചവന്റെ വീട്ടിലേക്ക് നീ പോവാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട്, അച്ഛനെ അടിച്ചവന്റെ കൂടെ ഒന്നുമല്ലല്ലോ മമ്മി ഞാൻ ജീവിക്കാൻ പോകുന്നത്, ഞാൻ എന്റെ ശ്രീകാന്തിന്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേരിലുള്ള ഈ വഴക്കിന് ഞാൻ എന്തിന് പിരിഞ്ഞിരിക്കണം? ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ കണ്ട ഇഡിയറ്റ്സ് ഒക്കെ എന്റെ മേലേക്ക് കയറാൻ വന്നത് എന്നൊക്കെ ചോദിക്കാണ് വർഷ. അന്നേരം മധുസൂദനം വന്ന് പറഞ്ഞിട്ട്, മോളെ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക, മോൾ ഒരിക്കലും ഇവിടം വിട്ട് പോവരുത്, മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ, മോൾ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് മധുസൂദനം തടയുന്ന സമയത്ത് പോലും വർഷ പറഞ്ഞിട്ട്, ഇല്ല അച്ഛ, അച്ഛൻ ഇനി എന്നെ വെറുതെ നിർബന്ധിക്കാനൊന്നും വരണ്ട, ശ്രീകാന്തിന്റെ വീടാണ് എന്റെ വീട്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ ബാഗും എടുത്ത് അവിടെ നിന്നങ്ങ് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.